ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫ്രില്ല് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. നോർമലി നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന മെഷീൻ ഉണ്ടാവില്ലേ, സാധാരണ നോർമൽ മെഷീനിൽ ഒരു പിന്നി യൂസ് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലുള്ള ഫ്രില്ല് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പിന്നാണ് യൂസ് ചെയ്യുന്നത്. സേഫ്റ്റി പിന്നായാലും കുഴപ്പമൊന്നുമില്ല. ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ കഴിയണമെന്നേ ഉള്ളൂ. ഫുഡ് പ്രസ്സിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഏത് ക്ലോത്തിലാണോ ഫ്രില്ല് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഫ്രില്ല് അങ്ങനെ തന്നെ വന്നോളും. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എല്ലാ ക്ലോത്തിലും ഇതുപോലെ ഫ്രില്ല് വരില്ല. ഇത് കോട്ടൺ ക്ലോത്തിലാണെങ്കിൽ ഫ്രില്ലായിട്ട് വരില്ല, പക്ഷെങ്കിൽ ബോട്ടത്തിലും നെക്കിലെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിക്ക് ഒരു ഡിസൈൻ പോലത്തെ രൂപത്തിലാണ് വരിക. അപ്പം നെറ്റിൽ, അതുപോലെ തന്നെ ബനിയൻ ക്ലോത്തിൽ, പിന്നെ സാറ്റിൻ ക്ലോത്തിലൊക്കെ ആണെങ്കിൽ ഫ്രില്ല് വരും. കോട്ടൻ്റെ ക്ലോത്തിലാണെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഫ്രില്ല് കിട്ടില്ല, ഒരു ഡിസൈൻ പോലെയാണ് വരിക. ഇതിപ്പം ബനിയൻ ക്ലോത്തിലും ചെയ്യാം. ബനിയൻ ക്ലോത്തിൽ ഇപ്പം സാധാരണ നീഡിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് സാധാരണ മെഷീനിൽ, അതുപോലെ തന്നെ സാധാരണ നമ്മളെല്ലാത്തിനും യൂസ് ചെയ്യുന്ന നീഡിൽ വെച്ചിട്ട് എങ്ങനെയാണ് ബനിയൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് വേണ്ടവർ അത് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.